യേശുനാഥൻ കഴുതപ്പുറത്തേറി ജെറുസലേം രാജവീതികളിലൂടെ ഘോഷയാത്ര നടത്തിയതിൻ്റെ ആ ഓർമ്മ അനുസ്മരിച്ചുകൊണ്ട് നാമും ഇന്നേ ദിവസം കുരുത്തോലയുമായി നമ്മുടെ ഈ പുൽപ്പള്ളി വീതികളിലൂടെ പ്രദർശനമായി നടന്ന് ദേവാലയം മുട്ടി കുരിശുമായി ദേവാലയത്തിൻ്റെ രണ്ടാം വാതിൽ മുട്ടി പുറത്ത് പ്രവേശിക്കും. യേശുവിൻ്റെ രക്ഷ സ്വന്തമാക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ പ്രദർശനവും അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ അകത്തേക്കുള്ള പ്രവേശനവുമെല്ലാം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോൺ ആന്റണി അച്ഛനാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഹോളി സ്പിരിറ്റ് ആശ്രമത്തിലെ അച്ഛനാണ്. അച്ഛൻ പട്ടം കിട്ടിയിട്ട് അധികമായില്ല, 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഈ പ്രദേശത്ത് ഡീക്കനായി സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു. അച്ഛനെല്ലാ ആശംസകളും നേരാം. നമ്മുടെ ഈ തിരുക്രമങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ ദൈവങ്ങളെയും ഭക്തിപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിപൂർവ്വം ഈശോയ്ക്ക് ബലിയർപ്പിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഭക്തത്തിന്റെ രാജാവായ മിശിഹായി വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നീതിമാനും പ്രതാപവാനുമായ രാജാവേ, നിനക്ക് അവസാന പാടിയ സിയോൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും സ്വീകരിക്കണമേ. അവസാന പാടി നിന്നെ എതിരേറ്റ ജനങ്ങളെ പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ സഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്നു കൊമ്പുകൾ പിടിച്ചുകൊണ്ട് മുനിയെതിരേറ്റവരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ വലത്ത് കരം നീട്ടി ഈ കുരുത്തോലകൾ ആശീർവദിക്കണമേ.
യെരൂശലേമിലെ വന്മലമേൽ ഒരുക്കിലെന്നെ ആരേറ്റി കരവാഹനനായി പുരി പോക്കും പരസുതനെ ഞാൻ കാണുന്നു. ഹോശാന ഹോശാന ദാവീദിൻ സുതനോശാന ഹോശാന ഹോശാന ദാവീദിൻ സുതനോശാന. ന്മാരുടെ തിരുനിവഹം നടക്കൊള്ളുന്നു പുരോഭൂവിൽ ശ്രീഹന്മാരുടെ ദിവ്യഗണം പിന്നണി ചേർന്നു വരും
ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന ഓശാന ദാവീദിൻ സുതനോശാന സൈത്തിൻ കൊമ്പുകളേന്തീത പിഞ്ചു കിടാങ്ങൾ പാടുന്നു ഭൂസ്വർഗങ്ങളിൽ ഓശാന ദാവീദാത്മജനോശാന ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന ഓശാന ദാവീദിൻ സുതനോശാന വന്നവനും വരുവോനുമഹോ ധന്യൻ നിഖിലേശാസ്തോത്രം വന്നവനും വരുവോനുമഹോ ധന്യൻ നിഖിലേശാസ്തോത്രം ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ദാവീദിൻ സുതനോശാന ദാവീദിൻ സുതനോശാന വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ ഈശോയിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മക്കളെ, മനുഷ്യവതാരം ചെയ്ത ദൈവം നസ്രയനായ യേശു ജെറുസലേം പട്ടണത്തിലേക്ക് നടത്തിയ രാജകീയ ഘോഷയാത്രയിൽ
നാം അനുസ്മരിക്കുന്ന ദിനമാണ്. എല്ലാവരും ഓശാന ഞായറിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും അറിയിക്കുന്നു. അടിമത്തത്തിൽ നിന്നുള്ള പുറപ്പാടിൽ ചെങ്കടൽ കടത്തിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള മോശയുടെ കീർത്തനങ്ങളാണ് ഇന്നത്തെ 1-ാം വായനയിൽ നാം വായിച്ചു കേട്ടത്. മനുഷ്യജീവിതം പലപ്പോഴും ചെങ്കടലിന് മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന് തുല്യമാണ്. പുറകിൽ ആയുധങ്ങളുമായി വരുന്ന ഈജിപ്ഷ്യൻ സൈന്യവും മുൻപിൽ ആഴമേറിയ കടലും. ഇവിടെ മനുഷ്യൻ നിസ്സഹായനാണ്. സമ്പത്തും സാങ്കേതിക വിദ്യയും എല്ലാം ഉണ്ടായിരുന്നു. ഒരു രോഗമോ പ്രകൃതിക്ഷോഭമോ മനസ്സിന്റെ തകർച്ചയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്നും നിസ്സഹായരാണ്. ഈ നിസ്സഹായത ഒരു പരാജയമല്ല, മറിച്ച് ദൈവത്തിലേക്ക് തിരിയാനുള്ള ഒരു വാദം. യഥാർത്ഥ വിമോചകൻ അകലെ നിന്ന് ആജ്ഞാപിക്കുന്നവനല്ല, മറിച്ച് വേദനിക്കുന്നവന്റെ കൂടെ വേദനിക്കുന്നവനായി മാറുകയാണ്. രക്ഷാകര ചരിത്രത്തിൽ ദൈവം എത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് ഇടപെടുന്നത് എന്നതിന്റെ വെളിപ്പെടുത്തലുകളാണ് ഇന്നത്തെ ആദ്യത്തെ 3 വായനകൾ. ചരിത്രം വഴിമാറുന്ന, പ്രവചനങ്ങൾക്ക് ജീവൻ വയ്ക്കുന്ന, സ്വർഗവും ഭൂമിയും ഒരേ സ്വരത്തിൽ പാടുന്ന അത്യപൂർവമായ ഒരു നിമിഷത്തിന്റെ ഓർമ്മയിലാണ് നാം ഇന്ന് ഓശാന തിരുനാൾ ആചരിക്കുന്നത്. ഒലിവമലയുടെ ചെരുവിൽ നിന്നും ജെറുസലേമിന്റെ തെരുവുകളിലേക്ക് ഒഴുകിയെത്തുന്ന സ്തുതിയാഘോഷം വെറും ഒരു സ്വീകരണമായിരുന്നില്ല, മറിച്ച് നൂറ്റാണ്ടുകളായി പ്രവാചകന്മാർ ഘോഷിച്ച ദൈവിക ലിപികളുടെ പൂർത്തീകരണമായിരുന്നു. വെട്ടിപ്പിടിക്കലുകളുടെയും അധികാര പ്രകടനങ്ങളുടെയും നടുവിൽ വിനയാന്യതനായി എഴുന്നള്ളുന്ന ഈശോയെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് ഈശോ തന്റെ യാത്ര ആരംഭിക്കുന്നത് ഒലിവുമലയിൽ നിന്നാണ്. എന്തുകൊണ്ടാവാം ഈശോ ഈ യാത്ര ഒലിവുമലയുടെ താഴ്വരകളിൽ നിന്നും ആരംഭിച്ചത്? എന്തെന്നാൽ വരാനിരിക്കുന്നവനുള്ള പ്രതീക്ഷ അവരിൽ തട്ടിയുണർത്തിയ നിമിഷങ്ങളായിരുന്നു അത്. യഹൂദ മതവിശ്വാസം അനുസരിച്ച് ഒലിവുമലയിൽ നിന്നാണ് വരാനിരിക്കുന്ന മിശിഹ വരേണ്ടത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ നഗരം വിട്ടുപോയ ദൈവമഹത്വം ഈശോയിലൂടെ വീണ്ടും ഒലിവുമലയിൽ നിന്നും ജെറുസലേം ദേവാലയത്തിലേക്ക് മടങ്ങി വരികയാണ്. തന്റെ പിതാവിന്റെ പദ്ധതികളോട് ഈശോ എത്രമാത്രം വിധേയപ്പെട്ടിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. തന്റെ ഇഷ്ടത്തേക്കാൾ ദൈവഹിതം നിറവേറണം എന്ന ആഗ്രഹം ഈശോയെ കർമ്മനിരതനാക്കുകയാണ്. ഈ ഓശാന ഞായർ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് മാറി ദൈവിക പദ്ധതികളുടെ ഒരു അന്വേഷണം ആരംഭിക്കേണ്ട നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ നാം മറന്നെടുത്തു തുടങ്ങിയ ദൈവിക കാര്യങ്ങൾ ഓർമ്മിച്ചെടുത്ത് അത് പൂർത്തിയാക്കാൻ നാം പരിശ്രമം തുടങ്ങേണ്ടിയിരിക്കുന്നു. ഓശാനയുടെ വിജയത്തിൽ ശിഷ്യന്മാരുടെ പങ്ക് വലുതായിരുന്നു. ഈ ഓശാന ഞായറിൽ നമുക്കും ദൈവിക പദ്ധതികളോട് സഹകരിക്കാൻ തയ്യാറാകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓശാന ഞായറിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സന്തോഷത്തോടും കൂടെ നിന്ന് വിനീതരായ വസ്ത്രങ്ങൾ പ്രവേശിച്ച് വിഷയം ധ്യാനിച്ചുകൊണ്ട് ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നീറ്റ് പറയാം. യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ ഉണർത്തുന്ന 50 നോമ്പിന്റെ വലിയ ആഴ്ചയിലേക്കുള്ള പ്രവേശനത്തിന് തുടക്കം കുറിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നാളെ ഓശാന ഞായർ ആചരിക്കും. ഓശാന തിരുനാളിനുള്ള പ്രത്യേക തിരുക്കർമ്മങ്ങൾക്കായി ദേവാലയങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി.
നാളെ രാവിലെ പ്രത്യേകമായ ചടങ്ങുകളോടെയാണ് തിരുകർമ്മങ്ങൾ നടക്കുക. കുരിശിലേറ്റപ്പെടുന്നതിനു മുൻപ് ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ ഒലിവു മരച്ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ച് സാധാരണക്കാരായ ജനങ്ങൾ വരവേറ്റിരുന്നു. ഇതിന്റെ ഓർമ്മ പുതുക്കാനായാണ് നാളെ ഓശാന ഞായർ ആചരിക്കുന്നത്. ദേവാലയങ്ങളിൽ തിരുകർമ്മങ്ങൾക്കിടയിൽ വെഞ്ചരിച്ച് നൽകുന്ന കുരുത്തോലകളുമായി വിശ്വാസി സമൂഹം നാളെ ഓശാന ഗീതം പാടി ദേവാലയ പരിസരത്ത് ഒത്തുകൂടും. ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണങ്ങളും നടക്കും. ഇനിയുള്ള ഒരാഴ്ച നോമ്പിന്റെ പ്രധാന ദിനങ്ങളാണ്. പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും വരവേൽക്കാൻ വിശ്വാസി സമൂഹം മത്സ്യവും മാംസവും വർജിച്ച് ഉപവാസവും പ്രാർത്ഥനയുമായി വലിയ നോമ്പിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. വിശ്വാസികൾ വീടുകളിൽ നിന്ന് ദേവാലയങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്ന കുരുത്തോലകൾ കുർബാന മധ്യേ വെഞ്ചരിച്ചാണ് ഓശാന ഞായറിന് വിശ്വാസികൾക്ക് നൽകുന്നത്. പരസ്പര സ്നേഹത്തിൻ്റെയും എളിമയുടെയും എല്ലാം മാതൃക പകർന്നു കൊടുക്കുന്ന, പാദങ്ങൾ കഴുകുന്ന ആ മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും വിഷമങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈശോയോടൊപ്പം കുരിശു വഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അനുയാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. വയനാട് വിഷൻ, പുൽപ്പള്ളി.